ഏകദേശം ഈ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. പൊളിറ്റിക്കൽ അഫിലിയേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ പൊളിറ്റിക്കൽ അഫിലിയേഷൻ കൊണ്ട് BVR സുബ്രഹ്മണ്യം ഉയർത്തിയ വിഷയം റദ്ദാവുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? BVR സുബ്രഹ്മണ്യം ഉയർത്തുന്ന വിഷയത്തിന്റെ പൊളിറ്റിക്കൽ മെറിറ്റ് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ ആരോപണത്തെ നരേന്ദ്രമോദി അത് കൃത്യമായി എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റു കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നിർവീര്യമാക്കാൻ, കേരളത്തിലെ ആരോപണം അതാണല്ലോ, അങ്ങനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി കഴുത്തിന് പിടിക്കുന്നു, കൈ പിടിച്ചു കെട്ടിയിടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണല്ലോ നമ്മുടെ സംസ്ഥാന ധനമന്ത്രി ഉന്നയിക്കുന്നത്. ആ ആരോപണത്തെ താങ്കൾ നിഷേധിക്കുന്നു. ഡോക്ടർ അരുൺ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ BVR സുബ്രഹ്മണ്യത്തിന്റെ രാഷ്ട്രീയ അഫിലിയേഷൻ അല്ല, BVR സുബ്രഹ്മണ്യത്തിന് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്, അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ ക്ലോസ് എയ്ഡ് ആണ് എന്ന് സ്ഥാപിക്കുന്നതും അതിനു മുൻപും നീതി ആയോഗിന്റെ CEO ആകുന്നതിന് മുൻപ് PMO ഓഫീസിൽ വെച്ച് നടന്ന കോൺവെർസേഷനെ കുറിച്ച് BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് അതിന്റെ റിപ്പോർട്ടേഴ്സ് കളക്ടീവിലെ റിപ്പോർട്ടിനെ ആധാരമാക്കി നിങ്ങൾ മൂന്നുപേരും ദീർഘമായി വാദിക്കുമ്പോൾ അതിന് മുൻപ് ആരായിരുന്നു BVR സുബ്രഹ്മണ്യം എന്ന് പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. BVR സുബ്രഹ്മണ്യം ഇന്ത്യൻ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥനാണ്. 1987 ബാച്ചാണ്, ഛത്തീസ്ഗഡ് കേഡറാണ്. കേൾക്കൂ, ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. എപ്പോൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ. അതിന് മുൻപേ തുടങ്ങി, 2012 ലെയ്സൺ ഓഫീസറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നോ ഇല്ലയോ? അപ്പോൾ ലെയ്സൺ ഓഫീസറായി YV റെഡ്ഡിക്കും നരേന്ദ്രമോദിക്കും ഇടയിൽ ഈ BVR സുബ്രഹ്മണ്യം പ്രവർത്തിച്ചിരുന്നു എന്ന് താങ്കൾ അംഗീകരിക്കുന്നു? അല്ല, അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഫർദർ ക്ലാരിഫിക്കേഷൻ വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള മറുപടി കിട്ടുന്നില്ല? അല്ല, റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണല്ലോ മുന്നിലുള്ളത്. അല്ല, യൂട്യൂബിൽ ഉണ്ടായിരുന്ന കണ്ടന്റ് ഉണ്ട്, നമ്മളടക്കം സംപ്രേഷണം. ഞാൻ ചോദിക്കട്ടെ, അത് ആ പ്രസംഗത്തിന്റെ ഭാഗമാണോ ഡോക്ടർ? പ്രസംഗത്തിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ അരുൺ ഒരു പ്രസംഗം നടത്തി ഭരണഘടനയെ പറ്റി. ആ ഭരണഘടനയെ പറ്റി താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കൊരു സംശയമുണ്ടെങ്കിൽ ഞാൻ താങ്കളെ അപ്രോച്ച് ചെയ്യണമല്ലോ അത് ചോദിക്കാൻ. അതിന് താങ്കൾ തയ്യാറാകുന്നില്ല. ആ ഉത്തരം താങ്കളിൽ നിന്ന് വരുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്. അല്ല, മറുപടി വേണം ഡോക്ടർ അരുൺ, മറുപടി വേണം. അതെ, കണക്കാൻ ഞാൻ പറയാൻ പോകുന്നു. BVR സുബ്രഹ്മണ്യം പറഞ്ഞത് എന്നെ കൂടെ കണക്ക് പറയാൻ അനുവദിക്കണം. താങ്കളുടെ മാത്രം കണക്കിൽ അവസാനം BVR സുബ്രഹ്മണ്യം പറഞ്ഞത് എന്താണ്? BVR സുബ്രഹ്മണ്യം പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള ഷെയറിൽ കുറവ് വരുത്തണം എന്ന് പറഞ്ഞു. ഇപ്പോൾ 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ? അത് പെർഫോമൻസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ കേരളത്തിലെ കാര്യമല്ല, മൊത്തം സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ ചോദിക്കട്ടെ, അത് എന്തൊക്കെയാണ്? അതിനായി ആസ്പദമാക്കിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഘടകവും ഇല്ലാതെ 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ നിന്ന് 15ലേക്ക് വരുമ്പോൾ അല്ല, 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ താങ്കൾ സ്ഥിരം ചർച്ചയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. കുറഞ്ഞോ കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അത് മാത്രമാണ്, ആ വാദം കൊണ്ട് നിലനിൽക്കില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന BVR സുബ്രഹ്മണ്യത്തെ കുറിച്ചാണ്. കാര്യമില്ല, താങ്കൾക്ക് പറയാം. BVR സുബ്രഹ്മണ്യം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റുകൾക്കുള്ള വിഹിതം 42 നിന്ന് 32% കുറയ്ക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. 33% കുറയ്ക്കണമെന്ന് YVR റെഡ്ഡിയോട് ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രി. അങ്ങനെയല്ല പറഞ്ഞത്. 32% 42% തീരുമാനമെടുക്കുമ്പോൾ അത് 33-ൽ റീറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ 42 കുറയ്ക്കണമെന്നല്ല. 42% ആരാ പറഞ്ഞത്? 32 ആയിരിക്കുമ്പോഴാണ് 33 എന്ന് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല, താങ്കളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. 42 എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ തീരുമാനമാണ്. ആ തീരുമാനം എത്തുന്നതിന് മുൻപാണ്. അല്ല, തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് 32% ആണ്. ആ തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടത്തിൽ എത്രയാണ് ഫിനാൻസ് കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നത്? അത് 33% ആക്കണമെന്നാണോ ഫിനാൻസ് കമ്മീഷൻ പറയുന്നത്? ഡോക്ടർ അരുൺ, താങ്കൾ ഈ പറയുന്നത് പോലെ കാടടച്ച് വെടിവെച്ചാൽ അത് സത്യമാകില്ല. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് കാര്യമാണ്. ഒന്നുകിൽ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞത് അങ്ങനെയല്ല. താങ്കൾ ഈ പരാമർശങ്ങൾ ഇതൊക്കെ വളരെ ചൈൽഡിഷ് ആണ്. ആയിക്കോട്ടെ, പറയാൻ അനുവദിക്കില്ല. ഫാക്ട്സ് പറയാൻ അനുവദിക്കില്ല. പറഞ്ഞോളൂ. താങ്കൾ മാത്രം ഇങ്ങനെ ഞാൻ പറയാം. 32% സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 2014 ഡിസംബറിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ 32%. അതിൽ നിന്ന് 33%ലേക്ക് വെറും 1% വർധന മാത്രം മതിയെന്ന് നരേന്ദ്രമോദി പറയുന്നത് ഈ പ്രധാനമന്ത്രിയാകുന്ന ഘട്ടത്തിലാണ്, 2014. ഫിനാൻസ് കമ്മീഷൻ അതിനകം തന്നെ റെക്കമെൻഡേഷൻ 42% എന്നാക്കി. താങ്കൾ അവിടെ പറഞ്ഞതിനെയാണ് ഞാൻ ഖണ്ഡിച്ചത്. താങ്കൾ പറഞ്ഞു 42% ആയിരുന്നത് 2014 പറയട്ടെ. 42% എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഫിനാൻസ് കമ്മീഷൻ 42% എന്ന് പറയുന്നു, പ്രധാനമന്ത്രി പറയുന്നു 33% ആക്കാൻ പറയുന്നു. ശരിയാണോ തെറ്റാണോ? 32-ൽ നിന്ന് 33-ലേക്ക് കൂട്ടിയാൽ മതിയല്ല, 1% വർധന മാത്രമേ. 42% എന്ന് പറയുന്നു, പ്രധാനമന്ത്രി 33% എന്ന് പറയുന്നു. നിങ്ങൾ തമ്മിലുള്ള തർക്കമല്ല. 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ പ്രകാരം
കുറഞ്ഞോ കൂടിയോ? സുജയ്ക്ക് അറിയാമോ കണക്ക്? ഇല്ല, എനിക്കൊന്നും അറിയില്ലല്ലോ. അതെ, ഡോക്ടർ സുജയ് അരുൺ പറയൂ. മാത്രമേ അറിയൂ. അല്ലല്ല, സുജയ് താങ്കൾ ഇങ്ങനെ പറഞ്ഞോളൂ. പറയുന്നത് ഈ വാദത്തിലൊന്നും കാര്യമില്ല. ഡിസ്കഷൻ അല്ലേ? ഡിസ്കഷനാണ്, പക്ഷെ അത് വളരെ മോശം രീതിയിലാണ് അത് കണ്ടക്ട് എങ്ങനെ മോശം ചെയ്തത്. കാര്യം? എനിക്കതിനോട് യോജിപ്പില്ല. ഞാൻ പറയാം കണക്ക്. താങ്കൾ പറഞ്ഞോളൂ. അതാണ് ഞാൻ പറയാം. എനിക്ക് പറയണം. താങ്കൾ പറയൂ കണക്ക്. എന്താണിത്? ഒന്നുകിൽ താങ്കൾ പറയൂ. ഞാൻ ഇവിടെ BVR സുബ്രഹ്മണ്യത്തിന്റെ മൻമോഹൻ സിംഗുമായുള്ള അസോസിയേഷനെ പറ്റി ഞാൻ പറയുമ്പോൾ താങ്കൾ ഉടനെ അതിന് റെസ്പോൺസ് ഇല്ല. മൻമോഹൻ സിംഗുമായി ബന്ധമില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് മൻമോഹൻ സിംഗിന് ബന്ധമില്ലെന്ന് പറയാൻ കഴിയുക? എന്റെ മുന്നിലുള്ളത് കണക്കുകളാണ്. സുജയുടെ മുന്നിലുള്ളത് കണക്കുകളാണ്. BVR സുബ്രഹ്മണ്യൻ ഒരു സെക്കൻഡ് സാർ, ഇത്രേ ഉള്ളൂ. BVR സുബ്രഹ്മണ്യം അന്ന് വെറും ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുമ്പോൾ ഇപ്പോ നീതി ആയോഗിന്റെ CEO ആണ്, സെർവിംഗ് CEO ആണ്. നരേന്ദ്രമോദി സ്വാഭാവികമായിട്ടും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഒരു സെർവിംഗ് CEOയോട് പോയിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനാകില്ല. അദ്ദേഹം ഒരു സെർവിംഗ് ഓഫീസറാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സെർവിംഗ് ഓഫീസർ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നാണ്. നോക്കൂ, ഇവിടെ ഫിനാൻസ് കമ്മീഷനോട് നരേന്ദ്രമോദിക്കോ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഈ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഞാൻ പറയും ഒരു നിർദ്ദേശം, അങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷൻ എന്തിനാണ് സ്റ്റേറ്റ് മുഴുവൻ യാത്ര ചെയ്ത് ഇത്രയധികം ഡെലിഗേഷനെ കണ്ട് 42% എന്ന് നിശ്ചയിക്കുന്നത്? ഒരൊറ്റ ആൾ പ്രധാനമന്ത്രി ഇരുന്ന് എഴുതിയാൽ പോരെ? ഇത്തവണ ഒരു കഷ്ണം കള്ളാസ് എടുത്തിട്ട് 33 സ്റ്റേറ്റ്, ബാക്കി 67 സെൻറ്റർ, നിങ്ങൾ എഴുതി വെക്കുക, കടലാസ് കൊടുക്കുക, പ്രശ്നം തരുന്നില്ലേ? അപ്പോൾ ഫിനാൻസ് കമ്മീഷന് ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ് ഫിനാൻസ് കമ്മീഷൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്ക്, ഇവിടെ Meet the editors.